ADGP RSS കൂടിക്കാഴ്ച വിവാദത്തിൽ ഉടൻ നടപടിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഇടതുമുന്നണിയിൽ ഭിന്നതയായി മാറിയിരിക്കുകയാണ്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് CPI, NCP, RJD എന്നീ പാർട്ടികൾ ഇന്നലത്തെ മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യമാണ് അന്വേഷണം നടക്കുന്നതിന്റെ പേരിൽ മുഖ്യമന്ത്രി തള്ളിയത്. യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അംഗീകരിച്ചെങ്കിലും നടപടി വൈകുന്നതിൽ ഘടകകക്ഷികൾക്ക് എതിർപ്പുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് PV അൻവർ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നേരിട്ട് പരാതി കൈമാറാനാണ് നീക്കം. ശ്രീജിത്ത് ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഇടതുമുന്നണി യോഗത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും സംഭവിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഘടകകക്ഷികൾ അതൃപ്തി അറിയിച്ചെങ്കിലും അതിനെ എങ്ങനെയാണ് മുഖ്യമന്ത്രി മറികടന്നത്? അന്വേഷണത്തെ ചൂണ്ടിക്കാട്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് ഘടകകക്ഷികൾക്ക് എത്രത്തോളം ബോധ്യപ്പെട്ടിട്ടുണ്ട്? അവർക്കിത് ദഹിക്കാനുള്ള സാധ്യതയില്ലല്ലോ. മാത്രവുമല്ല, PV അൻവറിനും ഇക്കാര്യത്തിൽ നിരാശയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ PV അൻവർ അടുത്ത ഒരു നീക്കത്തിലേക്ക് കടക്കുമെന്നും മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഇന്നലത്തെ LDF യോഗത്തിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ശ്രീജിത്ത്? അരുൺ, ഗുഡ് മോർണിംഗ്. LDF യോഗത്തിന് ശേഷം CP അടക്കമുള്ള ഘടകകക്ഷികൾ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. യോഗം കൈക്കൊണ്ട തീരുമാനത്തിൽ അവർക്കാർക്കും തൃപ്തിയില്ല. അരുൺ സൂചിപ്പിച്ച പോലെ അവർക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം, അതായത് ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുയരുന്ന വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നൊരു വികാരത്തിലാണ് മുഖ്യമന്ത്രിയും മറ്റുമുള്ളത്. അപ്പോൾ ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് സർക്കാർ നിന്നുകൊടുക്കണമോ എന്ന തരത്തിലുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. അതുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് വരാതെ ഏതെങ്കിലും തരത്തിൽ നടപടിയിലേക്ക് പോകരുത് എന്ന് മുഖ്യമന്ത്രി പറയുന്നതെന്നാണ് CPM നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ CPM-നകത്ത് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഈ നിലപാടിൽ വലിയ അമ്പരപ്പുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ADGP MR അജിത് കുമാറിനെ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം മുഖ്യമന്ത്രിയിൽ നിന്ന് പോലും ലഭിക്കുന്നില്ല. ഇന്നലത്തെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരോക്ഷമായ പ്രതികരണം നടത്തി. തനിക്കും മകൾക്കും വേണ്ടിയാണ് ADGP കണ്ടതെന്ന് വിശ്വസിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. അതായത് ഘടകകക്ഷികളോ അല്ലെങ്കിൽ CPM-നകത്തോ തനിക്കെതിരെ അത്തരമൊരു വികാരമുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി കൂടി ബോധവാനാണ്. എന്നിട്ടും അദ്ദേഹം നടപടിയെടുക്കുന്നില്ല എന്നതാണ് ഏറെ അതിശയകരം. ഇന്നലെ LDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ LDF കൺവീനർ TP രാമകൃഷ്ണനോ ഒരു വാക്കുപോലും മിണ്ടിയില്ല. മുഖ്യമന്ത്രി മാത്രമാണ് ഈ വിവാദത്തെപ്പറ്റി സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനോട് എല്ലാവരും യോജിക്കുകയാണെങ്കിലും CPI-ക്കും NCP-ക്കും RJD-ക്കുമൊക്കെ ഇപ്പോഴത്തെ എടുത്തിരുന്ന തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ ഒരു നടപടിക്കുമില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാശിയിൽ, ആ കടുംപിടുത്തത്തിൽ എല്ലാവരും യോജിക്കുകയാണ്. മുന്നണിയുടെ ഒരു രാഷ്ട്രീയ പരിമിതിയാണ് എന്നാണ് ഇതേപ്പറ്റി സംസാരിക്കുമ്പോൾ ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഓക്കെ ശ്രീജിത്ത്, ഇപ്പോൾ PV അൻവറിൻ്റെ നീക്കവും വളരെ ശ്രദ്ധേയമാണ്. PV അൻവർ ഇതുവരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ ഒരു പരാതി എഴുതി നൽകിയിരുന്നില്ല. ഇത് തന്നെയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് നമ്മളോട് പറഞ്ഞതും. ഒടുവിൽ PV അൻവറും അത് സ്ഥിരീകരിച്ചു. ഞാൻ P. ശശിയെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, ഒന്നും എഴുതി നൽകിയില്ല. ഇപ്പോൾ ഇവിടെ ADGP-ക്കെതിരെ നിലപാട് മുഖ്യമന്ത്രി PV അൻവർ അനുകൂലമായി എടുക്കാത്ത സാഹചര്യത്തിൽ, ഒരു നടപടിയും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ PV അൻവർ P. ശശിക്കെതിരെ രേഖാമൂലം പരാതി നൽകാൻ ഒരുങ്ങുകയാണോ? ഇനി അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നീക്കം P. ശശിക്കെതിരെ കൂടി PV അൻവർ ആക്രമണം കടുപ്പിക്കുമോ? എന്താണ് സുജിത് മനസ്സിലാക്കുന്നത്? P. ശശിക്കെതിരായ പരാതി നേരിട്ട് നൽകുന്നതിനായി, എഴുതി നൽകുന്നതിനായി PV അൻവർ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ MV ഗോവിന്ദൻ ഇന്ന് തലസ്ഥാനത്തുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന സീതാറാം യെച്ചൂരിയെ കാണാനായി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ അദ്ദേഹത്തിന് MV ഗോവിന്ദന് വിദേശ പര്യടനമുണ്ട്. അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് ആണ് ചില പരിപാടികളിൽ പങ്കെടുക്കാനായി പോകുന്നുവെന്നാണ് നമുക്ക് CPM വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയാൽ തന്നെ MV ഗോവിന്ദനെ നേരിട്ട് കാണാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ പാർട്ടി ഓഫീസിൽ ഒരുപക്ഷെ പരാതി ഏൽപ്പിക്കാനുള്ള സാഹചര്യവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം കാണുമെന്ന് തോന്നുന്നു. എന്തായാലും PV അൻവറിൻ്റെ അടുത്ത നീക്കങ്ങൾ വളരെ നിർണായകമാണ്. അദ്ദേഹം ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നീതീകരിക്കാവുന്ന ഒരു നടപടിയും വന്നിട്ടില്ല എന്ന വികാരം അൻവറിനുമുണ്ട് എന്നാണ്
എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാര്യത്തിൽ പി ശശിക്കെതിരെ രേഖാമൂലം പരാതിയില്ല നിലപാടായിരുന്നു CPM നേതൃത്വവും മുഖ്യമന്ത്രിയും സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ രേഖാമൂലമുള്ള പരാതി അദ്ദേഹം നൽകുമ്പോൾ CPM-ന് അത് ചർച്ച ചെയ്യാതെ, അത് അന്വേഷിക്കാതെ, പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ ഇതിന് സമാന്തരമായി പി ശശിക്കെതിരായ ആക്ഷേപങ്ങളും ഒരുപക്ഷെ ഈ ADGP അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള പരിശോധനയിൽ നടക്കുമെന്നും പറയുന്നു. എന്തായാലും PV അൻവറിൻ്റെ അടുത്ത നീക്കങ്ങൾ വളരെ നിർണായകമാണ്. അദ്ദേഹം ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി പി ശശിക്കും ADGP MR അജിത് കുമാറിനെതിരെയും നടപടിയില്ലാത്തതിൽ അദ്ദേഹത്തിന് അമർഷവും അതൃപ്തിയുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടതുമുന്നണിയിൽ ഭിന്നതയുണ്ട്. മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തത് അന്വേഷണത്തെ ചൂണ്ടിക്കാട്ടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്.